ഐശ്വര്യ എന്റെ ഫോണിൽ നിന്ന് ആരെയും വിളിക്കുന്നേ? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. കണ്ടില്ലേ, നമ്മുടെ ചെക്കനെ ഐശ്വര്യ കിട്ടാനിട്ട് ഒരു മനസമാധാനവും ഇല്ല. ആരെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഹലോ, ഹലോ ഹലോ, കേക്കാമോ? ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ പ്രണവ് ഗോപിനാഥ്. രാവിലെ നമ്മള് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. എന്റെ ജുബയ്ക്ക് തീ പിടിച്ചപ്പോ ഐശ്വര്യാണ് അണച്ചു തന്നത്. ആളേക്ക് എനിക്ക് മനസ്സിലായി. നിധി ചേച്ചിയുടെ അനിയനല്ലേ? എന്റെ ഫോൺ സാറിന്റെ കയ്യിലും സാറിന്റെ ഫോൺ എന്റെ കയ്യിലും ആയിപ്പോയല്ലേ? അതെ അതെ. ആ കൽവിളക്കിന്റെ അവിടെ വെച്ചിട്ട് മാറിപ്പോയാന്ന് തോന്നുന്നു. അത് തിരിച്ചറിഞ്ഞല്ലോ. എന്റെ ഫോൺ വാങ്ങിക്കാൻ വേണം, അതിനുവേണ്ടി വിളിച്ചേ. സോറി സർ, സാറിനൊരു ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, ബുദ്ധിമുട്ടൊന്നും പറയല്ലേ. സോറി ഒന്നും പറയുന്നത് ശരിയല്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. അല്ല, കൈക്ക് കുഴപ്പമാണോ? ഉണ്ടോ? പൊള്ളലെങ്ങനെ ഉണ്ടായ? ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പൊള്ളിയില്ലെന്ന്. അല്ല, എന്നാലും സൂക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ഐശ്വര്യക്ക് അപകടം ഉണ്ടായത്. കുഴപ്പമില്ല സർ. സൂക്ഷിക്കണം ഐശ്വര്യയെ. ഐശ്വര്യ കൈ ചുമന്നിരിക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് എന്തുമാത്രം വിഷമമെന്നറിയോ? സത്യം പറഞ്ഞ വീട്ടിൽ വന്ന ശേഷവും ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. വല്ലാത്തൊരു ടെൻഷൻ. അത് വിട് സർ, അതിനു വേണ്ടിയൊന്നും പറ്റിയില്ലല്ലോ. അല്ല, അതിങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഭാവിയിൽ ചിലപ്പോ സെപ്റ്റിക് ആവും. ഇനി ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോകോളാം. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഞാൻ ഒന്നുകൂടെ പറയുക, ഈ കൈ പെരട്ട ഓയിൽമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ വാങ്ങിച്ചോണ്ടുവരാം. ചേട്ടന്റെ അനിയൻ തന്നെ. അച്ഛന്റെ മോനെന്ന് വേണമെങ്കിലും പറയാം. അതെ സാറേ, ഇനിയെങ്കിലും സാറൊരു കാര്യം ശ്രദ്ധിക്കണം. അമ്പലത്തിൽ വരുമ്പോ ഈ ജുബയൊന്നും ഇട്ടോണ്ട് വരരുത്. ഷർട്ടാ സേഫ്. സത്യം പറഞ്ഞ ഈ ജുബ്ബ എന്ന് പറഞ്ഞ സാധനമേ എനിക്ക് ഇഷ്ടമല്ല. ഏട്ടത്തിന് നിർബന്ധിച്ചിട്ട് ഞാൻ എടുത്തിട്ടത്. അല്ല, അമ്പലത്തിൽ നിന്നല്ല, ഇനി ഒരിടത്തും ഞാൻ ജുബ്ബ ഇടൂല. പോരെ? സർ, എന്റെ ആ മൊബൈലിങ് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. ആരുടെങ്കിലും കയ്യിലൊന്ന് കൊടുത്തുവിടാവോ? അയ്യോ, അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫോണെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ എക്യുപ്മെന്റ് അല്ലേ. അത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ കൊണ്ടുവന്ന് തന്നോളാം. സാറ് ഫോണും കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ അതൊരു ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ തന്നെ കൊണ്ടുവന്ന് തന്നോളാം. ഇവനാള് കില്ലാടിയാണല്ലോ. ഐശ്വര്യക്ക് അവിടെ സൗകര്യം എന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വരാം. എങ്കിൽ സ്കൂളിൽ കൊണ്ടുവന്നാ മതി. ഞാൻ വൈകുന്നേരം വരെ ഇവിടെ കാണും. സത്യം പറഞ്ഞ ഈ സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞ ഒരു മോശം പരിപാടിയല്ലേ. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും വന്നാ പോരെ? വേറെ എന്ന് പറയുമ്പോ
ഒരു കാര്യം ചെയ്യാം, ഐശ്വര്യ തന്നെ സ്ഥലം പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് വരാം. സ്കൂളിന്റെ അകത്തേക്ക് കയറണ്ട, റോഡിൽ നിന്നിട്ട് എന്നെ വിളിച്ചാ മതി, ഞാൻ വന്ന് വാങ്ങിച്ചോളാം. അതല്ല, ഞാനേ ഇപ്പൊ കുറച്ച് തിരക്കില്ല. ബിസിനസിന്റെ കാര്യമായിട്ട് കുറച്ച് കോൾസ് ഒക്കെ വരാറുണ്ട് എനിക്ക്. ഒരുപാട് ക്ലയൻസ് വെയിറ്റിംഗില്ല. സാറെങ്ങനെ വിളിക്കും? സാറിന്റെ ഫോൺ എന്റെ കയ്യിലിരിക്കല്ലേ? അല്ല, വേറെ എന്റെ ഈ ഫോണുണ്ട്, ഞാൻ അതിൽ നിന്ന് വിളിക്കുന്ന കാര്യമാ പറഞ്ഞേ. ഓ ശരി. ഒരു കാര്യം ചെയ്യോ, ഐശ്വര്യക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ ഞാൻ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നോ മതിയോ? അത്ര വലിയ അത്യാവശ്യങ്ങളൊന്നുമില്ല, സ്കൂൾ ടൈം കഴിഞ്ഞു കൊണ്ടുവന്നാലും മതി. അങ്ങനെയാണെങ്കിലേ ഞാൻ ആ സ്കൂളിനടുത്തുള്ള പാരഡൈസ് റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് വരുമോ? റെസ്റ്റോറന്റോ? അവിടെയൊക്കെ വരണോ? ഈ പാരഡൈസ് റെസ്റ്റോറന്റ് സേഫ് ആണ്, ഒരുപാട് ഫാമിലീസ് ഒക്കെ വരുന്നതല്ലേ. ഫോൺ കൈമാറി അപ്പൊ തന്നെ ഐശ്വര്യക്ക് പോവുകയും ചെയ്യാം. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. കുഴപ്പമില്ല സർ, സ്കൂൾ ടൈം കഴിഞ്ഞ് ഞാൻ പാരഡൈസ് റെസ്റ്റോറന്റിലേക്ക് വന്നോളാം. എങ്കിൽ വെക്കട്ടെ? അല്ലല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. എന്താ സർ? അല്ല, ഈ ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? ഇഷ്ടപ്പെട്ട കളറോ? സാറെന്താ അങ്ങനെ വെച്ച്? അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ചുമ്മാ പറ. എനിക്ക് ഏറ്റവും ഇഷ്ടം മെറൂൺ കളറാ. മെറൂൺ കളറാണ് ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പാരഡൈസ് റെസ്റ്റോറന്റിൽ വെച്ച് കാണാം. ശരി എന്നാ.